ഇപ്പോൾ സമയം 5 മണി. നേരം പുലർന്നിട്ടേയില്ല. പക്ഷേ ബാബു തൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. ധാരാളം തൂമ്പ, കോടാലി, കൂന്താലി, ധാരാളം ആയുധങ്ങൾ ബാബുവിൻ്റെ അരികിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷമായിട്ട് അച്ഛനോടൊപ്പം തുടങ്ങിയ പണി ബാബു നിർത്തിയിട്ടില്ല. രാവിലെ പുലർകാലത്ത് 8:30 പണിക്കിറങ്ങുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുവാനുള്ള കത്തിയും കൂന്താലിയും ഒക്കെ മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ് ബാബു. പക്ഷെ ബാബുവിന് ഒരു സങ്കടം മാത്രം, ഇന്ന് ജീവിച്ചു പോകുവാനായിട്ട് കഴിയുന്നില്ല. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന കൈകളിൽ ഇതുവരെ എത്തിയിട്ടില്ല. അരനേരത്തെ ആഹാരത്തിന് വേണ്ടി ഈ യുവാവ് കഠിനാധ്വാനം ചെയ്യുകയാണ്. രാവിലെ തന്നെ ഇതിൻ്റെ പണിയെല്ലാം ആരംഭിച്ചല്ലോ. അപ്പോൾ ഇത് വല്ല നേട്ടമുണ്ടോ ഈ പണി കൊണ്ട്? ഒരു നേട്ടവും ഇല്ല. കരിക്ക് ഭയങ്കര വിലയാണ് അല്ലേ? കരിക്കൊക്കെ വലിയ വിലയാണ്. അതുകൊണ്ട് അന്നൊന്ന് അത് തന്നെയല്ലേ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പണിതാൽ ഇതൊന്നും വലിയ മെച്ചമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുടുംബം കഷ്ടിച്ച് ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയതും ഒക്കെ ഇതുകൊണ്ട് പിന്നെ ഈ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന അതിന്റെ ഗുണങ്ങളും എല്ലാം കിട്ടി തുടങ്ങിയോ? ഇല്ല, കിട്ടി തുടങ്ങിയില്ല. കിട്ടിയാലോ ജീവിക്കാം. അതെ അതെ. റേഷൻ പോലും കിട്ടാനില്ല. ശാരീരികമായിട്ട് ഭയങ്കര അധ്വാനമുള്ള പണിയാണ്. അധ്വാനമുള്ള പണിയാണ്. അതുകൊണ്ട് ഒരു മേന്മയില്ല. ഞങ്ങൾക്ക് അരിയാണെങ്കിൽ പിടിച്ചിരിക്കാം. പരമ്പരാഗത തൊഴിലാളികളെല്ലാം ഇങ്ങനെ വേദന അനുഭവിക്കുക അല്ലേ? അനുഭവിച്ചുകൊണ്ടിരിക്കുക. യാതൊരു നേട്ടവുമില്ല. അന്നന്ന് കഴിഞ്ഞു പോകും. ഈ സാധനത്തിനെല്ലാം വില കൂടില്ല. കിട്ടുന്നത് കടയിൽ കൊണ്ട് കൊടുക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. അതുപോലെ ശരീരത്തിന് ചൂടാവും വൈകുന്നേരം ആകുമ്പോഴത്തേനും അല്ലേ? ഇവിടെ ബാബുവിൻ്റെ പണി അത്ര നല്ലതായതുകൊണ്ട് രാവിലെ തൊട്ട് തന്നെ ആൾക്കാരൊക്കെ വന്ന് ബാബുവിനെ കൊണ്ട് പണിയിപ്പിക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ ബാബുവിൻ്റെ പണി? വളരെ സിൻസിയറായിട്ട്. അതെ അതെ. ബാബുവിൻ്റെ പണിപ്പുരയാണിത്. നിറയെ ആയുധങ്ങൾ വന്നിട്ടുണ്ട്. ബാബു പൈസയേക്കാൾ ഉപരിയായിട്ട് മനുഷ്യനോടുള്ള സ്നേഹബന്ധത്തിന് വില കൊടുക്കുന്നയാളാണ്. അതുകൊണ്ട് പണി ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ചെറുപ്പം മൂലമുള്ള ജോലി കൊണ്ടുള്ള കഷ്ടപ്പാട് ബാബുവിനെ ശരിക്ക് ശാരീരികമായിട്ടും ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടനവധി പരമ്പരാഗത തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരിൽ നിന്നും സഹായം ലഭിക്കേണ്ടവർ.